ടയർഡായി പോയി. ഒരു സോഡ വിത്ത് ഗ്യാസ്. സാറേ, ഈ കോബ്രകൾ ശരിക്കും ബ്രദേഴ്സ് തന്നെയാണോ? ആണെന്നാണ് അവർ പറയുന്നത്. ഇരട്ടകൾ. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. കാരണം പാലപ്പവും നെയ്യപ്പവും ഒരു ചട്ടിയിൽ വേവില്ലല്ലോ. സാറേ, ഈ കോബ്രകൾ കല്യാണം കഴിച്ചാണോ? കോബ്രകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കല്യാണം. വൺസ് അപ്പോൺ എ ടൈം. കഥ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റേ? എടാ സോഡേ, നിനക്ക് സിമ്പിൾ എടുക്കാൻ അറിയാമോ? പിന്നെ ഈ കോബ്രകൾക്ക് തങ്ങൾക്ക് വരാൻ പോകുന്ന ഭാര്യമാരെ കുറിച്ച് പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല സ്ത്രീധനം തരാത്തവരായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല. അതീവ സുന്ദരികളല്ലായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നില്ല. പല്ലുന്തിയവളായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല. ഒരു കാര്യത്തിൽ മാത്രം അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒറ്റ കാര്യത്തിൽ. എന്താ അത്? പെൺകുട്ടികൾ സഹോദരിമാരായിരിക്കണമെന്ന്. മലയാളത്തിൽ പറഞ്ഞാൽ സിസ്റ്റേഴ്സ്. അതെന്തിനാ? കോബ്ര എന്ന പേരിന് ആക്കവും ഊക്കവും തൂക്കവും കൂട്ടാൻ. എന്താ മനസ്സിലായില്ല അല്ലേ? ഇല്ല. രണ്ട് സഹോദരിമാരെ വിവാഹം കഴിച്ചാൽ പിന്നെ കോബ്രകൾ തമ്മിലുള്ള ബന്ധം എന്താ? എന്താ? കോബ്രേഴ്സ്. കോബ്രേഴ്സ് അല്ല, കോബ്രദേഴ്സ്. സിമ്പിൾ ആൻഡ് സിമ്പിൾ. താങ്ക് യു. അതെ, കോബ്ര എന്ന പേരിന് വീണ്ടും ഒരു അടിത്തറ കൂടി. അതാണ് കോബ്രാസ്. അത്രമാത്രം സ്നേഹിച്ചിരുന്നു അവർ ആ കോബ്ര എന്ന പേരിനെ. സത്യം, പല്ല് ചലിച്ചു. അത് ഞാനാ. ഓ, പട്ടിയാണല്ലേ ചലിച്ചത്. വൃത്തികെട്ടവൻ. എന്നിട്ട് കോബ്രകൾക്ക് സഹോദരിമാരെ കിട്ടിയോ? പല പ്രാവശ്യം കിട്ടി, സെവറൽ ടൈംസ് കിട്ടി. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മുടെ മലയാളിസല്ലേ ചുറ്റും കോബ്രകളെ കുറിച്ച് ഇല്ലാത്ത മുഴുവൻ പറഞ്ഞു വരുത്തും. അവർ കുഴപ്പക്കാരാണ്, ഇടിക്കാരാണ്, കച്ചറകളാണെന്നൊക്കെ. അങ്ങനെ വരുന്ന ആലോചന മുഴുവൻ മുടങ്ങും. ഇപ്പൊ ഒടുക്കം ഒരു ആലോചന വന്നു. എല്ലാം തികഞ്ഞ, എല്ലാം ഒത്തിണങ്ങിയ രണ്ട് സഹോദരിമാർ. ഇതെങ്കിലും അലസിപ്പോകരുതെന്ന് കരുതി, ഒരു പഴുതുപോലും വരരുതെന്ന് കരുതി, പള്ളിയിൽ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കോബ്രകൾ അവരെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ എല്ലാം സേഫായ ആ ദിനം വന്നണഞ്ഞു. കോബ്രകൾ വിവാഹിതരാകുന്ന, കോബ്രകൾ വീണ്ടും കോബ്രകളാകുന്ന ആ മനോഹര സുദിനം വന്നണഞ്ഞു. അന്നവർ കോതമംഗലം പ്രദേശാണ്. കോതമംഗലം സെയിന്റ് നിക്കോളാസ് ചർച്ച്. ബ്രദറെ, നമ്മുടെ സൈഡില് ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. നമുക്കെന്തിനാ ബ്രദറെ ബന്ധുക്കള്? എന്റെ ബന്ധു ബ്രദർ, ബ്രദറിന്റെ ബന്ധു ഞാൻ, നഞ്ചെന്തിന് നാനാഴി. അത് മതിയല്ലേ? പിന്നെ വാ. ബ്രദറെ, ഈ പൂവരയില് മാത്രമേ ഉള്ളൂ പഞ്ചാബി മേളൊന്നുമില്ലേ? പഞ്ചാബി മേളേ ചണ്ടയൊക്കെ ആയിട്ട്. ഓ, പഞ്ചാര വേണം. ആ, അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ബ്രദറെ ഈ ടി വി കാണുമ്പോൾ ഒരു എടുപ്പുണ്ടാവുള്ളൂ. വഴിയുണ്ടാക്കാം. എന്താ സാർ? താനിത് സ്ലോ മോഷനിലാണോ എടുത്തത്? അല്ല, നശിപ്പിച്ച്. അതൊക്കെ വേണോ സാർ? വേണോടോ, എന്നാലല്ലേ ഒരു കോളേജ് ലൈഫ് ഉള്ളൂ. അതെ, താൻ ഒരു കാര്യം ചെയ്യും, രണ്ടാമത് ഇനി എടുത്തോ. സ്ലോ മോഷനിൽ മതി. പിന്നെ എടുക്കുമ്പോ സ്ലോ മോഷനിൽ ഇങ്ങനെ നടക്കണമെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ സ്പീഡാകണം. അതേ ഇപ്പോഴത്തെ ഫാഷൻ. അതൊക്കെ പിന്നെ ചെയ്തോളന്നേ. സാർ നടന്നേ.